ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ SME ഗാന്ധിനഗറിൽ നിന്ന് 2001 BSc നഴ്സിംഗ് പാസ് ഔട്ടായ 46 വിദ്യാർത്ഥികൾ അവരുടെ ഗ്രാജുവേഷന്റെ 25ാം വാർഷികം ആഘോഷിക്കുകയാണ്. സിൽവർ ജൂബിലിയുടെ സന്തോഷത്തിന്റെ ഈ അവസരത്തിൽ അമേരിക്കയിലുള്ള 30 പേരും അവരെ പഠിപ്പിച്ച അധ്യാപകരും മെയ് 24, 2006 ന്യൂജേഴ്സിയിൽ സംഗമിക്കുന്നു. ഈ സന്തോഷ അവസരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത അധ്യാപകർ അവർക്ക് നൽകുന്ന ആശംസകളും അനുഗ്രഹങ്ങളുമാണ് ഈ വീഡിയോ. Dear students, I'm really happy to say a few words in this auspicious occasion, especially when you are celebrating your 25 years of professional life. Of course, it is a great opportunity to be, and also I feel proud to be a part of it. Of course, there are lots of things, reflections, remembrance that comes to our minds. However, everything was for our good. I'm really feeling very satisfied and happy with all this. It was a great opportunity that the Lord has given to us. So be happy for what you are now and enjoy your life, your professional life and also your personal life. And I really love you, care for you and pray for you. May the Lord Almighty bless you in all your endeavors. In everything you do, be happy. Okay, all the best for everything. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. My dear students, the exemplary group of 1996 to 2001 batch of students, I congratulate you in this great occasion of the silver jubilee of your graduation and professional service. Your unwavering dedication to the patient care has set a benchmark to the profession. When thinking about you, I am very proud of you because God has made you to come to many heights. I hear that 30 of you are in US serving the United Nations of America. It is a great achievement, I can say, because you passed all the examination which qualified you to serve there. Now in this occasion, I may say that God has showered many blessings on you. You have to be very grateful to Him. As He told me to recollect some events during your academic career, I cannot mention anything as such because I'm not recollecting it. By seeing your photograph, I recollect all of your faces in my mind. But I can say that being the beginners of the university program, as university started a BSc nursing program being the first time, the first batches, 1, 2, 3, 4 batches had lot of struggles because of the limited physical facility and some other factors. ഞാനും അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളാണ്. യൂണിവേഴ്സിറ്റിയെ കൺവിൻസ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ വാങ്ങിത്തരുന്നതിനും ഞാനും ഏറെ അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പരിമിതികളെയെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് പരിമിതികൾക്കിടയിലും ഉയർന്നു വരുവാൻ ഏറെ ഉത്സാഹം കാട്ടിയ ഒരു ബാച്ചാണ് നിങ്ങൾ. ദൈവം അനുഗ്രഹിച്ച് പുതിയ ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനും അവിടെ വെച്ച് ഗ്രാജുവേറ്റ് ആകുന്നതിനും നിങ്ങൾക്ക് ദൈവം അവസരം നൽകി. അതിന് ഈ അവസരത്തിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്, നിറഞ്ഞ മനസ്സോടെ നന്ദി പറയുകയാണ്. നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഞാൻ നിങ്ങളെ മറന്നുപോയെന്ന്. കാരണം എല്ലാ ദിവസവും എൻ്റെ ദിവ്യബലിയിൽ ഞാൻ നിയോഗം വെച്ച് എൻ്റെ എല്ലാ ഓൾഡ് സ്റ്റുഡൻസിനും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, മക്കൾക്കെയും ഓർക്കാറുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉയർച്ചകളാണ് എൻ്റെ മനസ്സിലെ സന്തോഷം. I'm sure that many of you might have reached many heights in the professional ladder. ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സർവശക്തൻ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സിൽവർ ജൂബിലിയുടെ അവസരത്തിൽ നിങ്ങൾ 30 പേര് കൂടാതെ ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാം വിവിധ സ്ഥലങ്ങളിലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും മംഗളങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ
2003 വരെയും MG യൂണിവേഴ്സിറ്റിയിൽ സർവീസ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ കോൺഗ്രിഗേഷന്റെ ആഗ്രഹപ്രകാരം റിസൈൻ ചെയ്തിട്ട് ഞങ്ങളുടെ സാൻജോ ഹോസ്പിറ്റൽ ക്യാമ്പസിൽ ഒരു കോളേജ് ഓഫ് നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. സാൻജോ കോളേജ് ഓഫ് നഴ്സിംഗ് എന്നാണ് പേര്. 2020 വരെ ഞാൻ സേവനം ചെയ്തതിന് ശേഷം, ഫൗണ്ടർ പ്രിൻസിപ്പളായി സേവനം ചെയ്തതിന് ശേഷം റിട്ടയർ ചെയ്യുകയായിരുന്നു. ദൈവം എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു. ഏറെ മാനങ്ങൾ കീഴടക്കാനുള്ള അനുഗ്രഹം നൽകി. ഒത്തിരി പേരോട് സംവദിക്കാനും പ്രൊഫഷണൽ സ്പിരിറ്റ് പലരിലും ഉളവാക്കുവാനും എനിക്ക് സാധിച്ചു. ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോഴേ ഞാൻ എന്റെ പ്രൊഫഷൻ, കോളേജ് ഓഫ് നഴ്സിംഗിലെ പ്രിൻസിപ്പൾ എന്ന പ്രൊഫഷൻ തുടങ്ങിയ അവസരത്തിലാണല്ലോ നിങ്ങളുമായി ഇടപെടാൻ ഇടവന്നത്. പലപ്പോഴും എനിക്ക് നിങ്ങളെ വേണ്ട രീതിയിൽ പഠിപ്പിക്കാനോ ചെയ്യാനോ സാധിച്ചോ ഇല്ലോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട്. പക്ഷെ പല സ്റ്റുഡൻസും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറയും, മാഡം അല്പം സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിലും ഞങ്ങൾ ഈ വിവിധ രാജ്യങ്ങളിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞങ്ങൾക്ക് നൽകിയ ശിക്ഷണം ഞങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമായിരുന്നു എന്ന ആ ഒരു സന്തോഷം എന്റെ മനസ്സിലുണ്ട്. എല്ലാ തരത്തിലും സന്തോഷകരമായി എന്റെ ആധ്യാത്മിക ജീവിതവും ഭൗതിക ജീവിതവും എല്ലാം നയിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നിരിക്കുകയാണ്. നിങ്ങളോടൊപ്പമായിരുന്ന നിമിഷങ്ങളും ഇപ്പോഴത്തെ നിമിഷങ്ങളും എല്ലാം വളരെ സന്തോഷപ്രദമായിട്ട് തന്നെയാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻ ആശംസിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാ നന്മയും കൈവരട്ടെ. ആ ഫംഗ്ഷന്റെ ദിവസത്തിന്റെ ഡേറ്റ് എന്നെ അറിയിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നമ്മളോടൊപ്പം വന്നുണ്ടായിരുന്ന ചില ടീച്ചേഴ്സ് കൂടി പങ്കെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിക്കണം. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. So very good morning to all of you. SME ഗാന്ധിനഗറിൽ BSc നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി 25 വർഷം പിന്നിട്ട് ഇന്ന് അമേരിക്കയിൽ ഒന്നിച്ച് സംഗമിക്കുന്ന ഈ സന്തോഷകരമായ അവസരത്തിൽ അധ്യാപകൻ എന്ന നിലയിൽ എന്നെ ഓർത്തതിനും കരുതലിനും ഉള്ള നന്ദി ആദ്യം ഞാൻ അറിയിക്കട്ടെ. സന്തോഷകരമായ ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. കാലത്തിൻ്റെ പ്രവാഹത്തിൽ 25 വർഷങ്ങൾ, നമ്മളതിന് സിൽവർ ജൂബിലി എന്ന് പറയും, പിന്നിട്ടിട്ടും നിങ്ങളെ ഓരോരുത്തരെയും ഓർക്കുമ്പോൾ ഇന്നും അതേ സ്നേഹവും അഭിമാനവും മനസ്സിൽ നിറയും. നിങ്ങൾ അയച്ചു തന്ന ഫോട്ടോ കാണുമ്പോൾ പലരെയും എല്ലാവരെയും എനിക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. ആർക്കും കാലങ്ങൾ വലിയ മാറ്റങ്ങൾ ഒന്നും വരുത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ക്ലാസ് മുറികളിലെ ആ ദിനങ്ങൾ, നിങ്ങളുടെ ചിരികളും സ്വപ്നങ്ങളും all still alive warmly in our hearts. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ, നിങ്ങൾ ഓരോരുത്തരും മനുഷ്യ സേവനത്തിന്റെ മഹത്തായ പാതയിൽ ഉറച്ചു നിൽക്കുന്നതിൽ ഞങ്ങൾ അതിയായ സന്തോഷവും അഭിമാനവും അനുഭവിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും, ഓരോ സ്നേഹവും സ്പർശവും ആരുടെയും ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുന്നതാണ്. നിങ്ങളുടെ ഈ സംഗമം പഴയ ഓർമ്മകളെ പുതുക്കുകയും ഹൃദയങ്ങളെ വീണ്ടും ബന്ധിപ്പിച്ച് ജീവിതത്തിന് പുതിയ ഉത്സാഹം നൽകുകയും ചെയ്യട്ടെ. നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും അമേരിക്കയിലും നാട്ടിലും നല്ല രീതിയിലും ആരോഗ്യത്തോടെയും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു SMEയിൽ 28 വർഷത്തിന് പല സെന്ററുകളിലുമായി വർക്ക് ചെയ്തതിനു ശേഷം ഞാൻ SMEയിൽ നിന്ന് പടിയിറങ്ങി. കഴിഞ്ഞ നവംബർ മുതൽ കൊല്ലം അസീസിയ നഴ്സിംഗ് കോളേജിൽ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുന്നു. കൊല്ലത്ത് തന്നെയാണ് താമസം. വൈഫ് ഇപ്പോൾ കാനറ ബാങ്ക് സീനിയർ മാനേജറാണ്. എനിക്ക് 2 മക്കൾ. മോള് ഡെന്റൽ കോളേജിൽ ഡെന്റൽ കംപ്ലീറ്റ് ചെയ്ത് PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. മോൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ MBBS പഠിക്കുന്നു. ഞങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനകളും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷത്തിലും ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും നിറഞ്ഞിരിക്കട്ടെ. ഒരിക്കലും മറക്കരുത്, നിങ്ങൾക്ക് എല്ലാവർക്കും
നിങ്ങൾ ഞങ്ങളുടെ അഭിമാനമാണ്. സ്നേഹത്തോടെ ആശംസകളോടെ നിങ്ങളുടെ അധ്യാപകൻ പ്രൊഫസർ അബ്ദുൽ സലാം. Hello, everybody. It is so nice to see you all and hear about you all. എന്താ പറയാ, 25 years കഴിഞ്ഞിട്ട് to know ഞാൻ പഠിപ്പിച്ച പിള്ളേര് എല്ലാവരും ഇത്ര ഭംഗിയായിട്ട്, ഇത്ര എന്താ പറയാ, അഞ്ജലി പറയായിരുന്നു, ലൈക്ക് അഞ്ജലിയുടെ മോട്ടിവേഷൻസ്, അഞ്ജലിയുടെ പ്ലാൻസ്, അഞ്ജലി നിങ്ങളൊക്കെ വാട്ട് യു വോണ്ട് ടു ഗിവ് ബാക്ക് ടു ദ വേൾഡ് ത്രൂ യുവർ സർവീസ് ഒക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങളൊക്കെ അച്ചീവ് ചെയ്ത ലെവൽസ് ഓഫ് ഗ്രോത്ത്, സക്സസ് ഒക്കെ, ഇറ്റ്സ് സച്ച് എ ബ്ലെസ്സിങ് ടു നോ. ബി ദ സെയിം, കണ്ടിന്യൂ ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ്. താങ്ക്സ് ഫോർ റിമെമ്പറിങ് മീ. ഞാനൊരു ഒത്തിരി യങ്ങായിരുന്ന ഒരു ഏജിലാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വന്നത്. അപ്പം ഐ ലേൺഡ് എ ലോട്ട് ഓഫ് ലൈഫ് ലെസൺസ് ഫ്രം SME. എനിക്ക് തോന്നുന്നു എന്റെ ദൈവം പേഷ്യൻസ് ഒക്കെ പഠിപ്പിച്ച ഒരു സ്ഥലമാണ്. ബട്ട് ഇറ്റ് വാസ് എ ബ്ലെസ്സിങ്. എവറി സ്റ്റെപ്പ് വാസ് എ ബ്ലെസ്സിങ്. പിന്നെ നിങ്ങളൊക്കെ പല രാജ്യത്ത് പലയിടത്തുണ്ടെന്ന് അറിയണു. പ്രഭ എവിടെയുണ്ട്? ഞാൻ പ്രഭേനെ ഇടയ്ക്ക് കാണാറുണ്ട്. She's also done very well in her career. So it's such a blessing to know that everybody is doing well. Family ആയിട്ട് എല്ലാവരും സെറ്റിൽ ആയി ഒക്കെ ഇരിക്കണമെന്ന് അറിയുന്ന സന്തോഷം. ഞാനിപ്പോ യു കെയിലാണ് ഒരു 20-21 years ആയിട്ട്. ഞാനും എന്റെ ഡ്രീംസ് ഒക്കെ പെർസ്യൂ ചെയ്ത് ഇവിടെ വരെ എത്തി. നിയോനേറ്റ്സ് എന്റെ ഒരു പാഷൻ ആയിരുന്നു. സോ ഐ എം എ പ്രാക്ടീഷണർ, അഡ്വാൻസ് പ്രാക്ടീഷണർ ഇൻ നിയോനേറ്റ്സ്. എന്റെ ഹസ്ബൻഡ്, ബേബി, മക്കള് ഹണ്ണ, കൃപ അവരൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നു. എന്റെ പാരന്റ്സ് ഇവിടെ ഉണ്ട്. എന്റെ പാരന്റ്സ് എന്റെ കൂടെ ഉണ്ട്. എന്റെ മമ്മിയെ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. മൂന്നാറിൽ പോസ്റ്റിംഗ് വന്നപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. മമ്മി വെന്റ് ടു ബി വിത്ത് ദ ലോർഡ് ഇൻ 2024. പപ്പായ ഉണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്താ പറയാ, ഒത്തിരി സന്തോഷം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയാ, ചില സ്റ്റേജസ് ഓഫ് യുവർ ലൈഫ് നമ്മൾ എപ്പോഴും ഓർക്കില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ ഓർക്കും നമ്മുടെ പാസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഒരു സമയം അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷെ അതിൽ കൂടുതൽ ഞാൻ ഞാൻ മാരീഡ് ഫ്രം കോട്ടയം. പക്ഷെ എന്നാലും കോളേജ് സൈഡിലൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷെ നൗ ഐ തിങ്ക് ഐ ഷുഡ് ഗോ ആൻഡ് സീ ദ പ്ലേസ് എന്ന് തോന്നുന്നു. പിന്നെന്താ, സോ എല്ലാവർക്കും എന്താ പറയാ, all the blessings for you, for your generations to come. Keep the good work, keep doing more with your education, with your success. നമ്മുടെ അടുത്ത് തന്നെ വെക്കാതെ എല്ലാം give it to the world. അങ്ങനെ ഒരു എന്താ പറയാ, it will come back to your generations as blessings. പിന്നെ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ UK വരുന്നുണ്ടെങ്കിൽ കീപ്പ് ഇൻ ടച്ച്. വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, വരിക. നാട്ടിലാരാ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഞാനപ്പോ നാട്ടിൽ പോയിട്ട് കുറച്ച് നാളായി. മമ്മി ഇവിടെ ആയിരുന്നു. മരിച്ചു കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോയിട്ടില്ല. ഈ വർഷം പോണെന്ന് വിചാരിക്കുന്നു. സോ ഇഫ് സംബഡി ഈസ് ഇൻ ഇന്ത്യ അറ്റ് സം പോയിന്റ് ഇൻ ജൂലൈ, ഓഗസ്റ്റ് നോക്കാം. വരും ഉറപ്പില്ല, എന്നാലും വരുന്നുണ്ടെങ്കിൽ വിൽ മീറ്റ്. പിന്നെ എന്താ പറയാ, ഇതിന്റെയൊക്കെ നടുക്ക് എൻജോയ് യുവർ ലൈഫ്, നോ സ്ട്രെസ്സസ്, എൻജോയ് യുവർ ചിൽഡ്രൻ, എൻജോയ് യുവർ ഫാമിലി, എൻജോയ് യുവർ വർക്ക്. God bless you lots. ഹലോ എവ്രിവൺ, എല്ലാവർക്കും സുഖമല്ലേ? എന്നെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തായാലും നിങ്ങളുടെ ബാച്ചിൻ്റെ 25th ആനിവേഴ്സറിയുടെ റീയൂണിയന് എന്നെ നിങ്ങൾ വിളിച്ചതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ആദ്യമേ തന്നെ അതിന് നന്ദി പറയുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാവുന്ന ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ പിന്നെ നിങ്ങൾ സാധാരണ രീതി മറന്നു പോകും. ആരുടെയും കുറ്റമല്ല, 4 വർഷം ഉണ്ടല്ലോ. അപ്പം എന്നെ ഓർത്തതിന് ഒത്തിരി നന്ദി പറയുക ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ. കാരണം ഞാൻ 22nd ബാച്ച് വരെ SMEയിൽ
പഠിപ്പിച്ച ശേഷമാണ് അമേരിക്കയ്ക്ക് പോകുന്നത്. ഇപ്പം ഞാനിവിടെ ഹ്യൂസ്റ്റണിലുണ്ട്. അപ്പം നിങ്ങളുടെ പിക്ചേഴ്സ് എനിക്ക് അഞ്ജലി അയച്ചു തന്നു. അഞ്ജലി അയച്ചു തന്നപ്പോഴത്തേക്ക് എനിക്ക് നിങ്ങളുടെ എല്ലാം ഫേസ് കണ്ടപ്പോൾ മനസ്സിലായി നിങ്ങൾ ഏറ്റവും നല്ല ഭംഗിയായിട്ട് ന്യൂട്രീഷൻ പ്രാക്ടിക്കൽ പ്രസന്റ് ചെയ്ത ഒരു ബാച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ഇത്രയും ബാച്ച് ഉള്ളതുകൊണ്ട് ഒത്തിരി ഒന്നും ഓർമ്മകളില്ല. പക്ഷെ ഒരു കാര്യം ഓർമ്മയുണ്ട്, ഈ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് അന്ന് ഭയങ്കര ഒരു സെലിബ്രേഷൻ ആയിരുന്നല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ SME മെയിൻ സെന്ററിൽ പല ക്ലാസ്സുകളുള്ളതുകൊണ്ട് ഈ സൗണ്ട് പൊങ്ങുമ്പം പല കംപ്ലൈന്റ് വരും. അന്നേരം നിങ്ങളുടെ സൗണ്ട് കൂടുമ്പോൾ എനിക്ക് കൺട്രോൾ കിട്ടത്തില്ല. അന്നേരം ഞാൻ ഉഷ മാഡത്തിനെ വിളിക്കും. ഉഷ മാഡം ഇങ്ങോട്ട് വന്നിട്ട് ശ്വാസം അങ്ങോട്ട് എടുത്തു പിടിച്ചിട്ട് പിള്ളേരെ ഉണ്ടായിരിക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര വഴക്ക് പറയുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഞാൻ മിക്കവാറും ഓർക്കാറുണ്ട്. ഉഷ മാഡം അമേരിക്കയ്ക്ക് പോകുന്നിടം വരെ അങ്ങനെയായിരുന്നു മാഡം എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു, നല്ലതുപോലെ ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഹ്യൂസ്റ്റണിൽ തന്നെ ഉണ്ട്. ഇവിടെ ഒരു ഹ്യൂസ്റ്റണിലെ സ്കൂൾ ഡിസ്ട്രിക്റ്റിൽ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ ഞാൻ ചെറിയൊരു ഹോം ബേക്കറാണ്. കേക്കൊക്കെ ബേക്ക് ചെയ്ത് ബാപ്റ്റിസം ഇങ്ങനെയുള്ള ചില പാർട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഹ്യൂസ്റ്റണിൽ വരുവാണെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ നിങ്ങളെ വന്ന് കണ്ടോളാം. ഇപ്പം ഞാൻ ഫ്രീ ആണ്. ഇപ്പം നിങ്ങളൊക്കെ വളരെ തിരക്കായിരിക്കുമല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കാം. ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ പിന്നെ അത് റെസ്പോണ്ട് ചെയ്തോളാം. ഒത്തിരി സമയമില്ലല്ലോ, അതുകൊണ്ട് ഈ ടൈമിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും പിന്നെ വരും തലമുറകളെയും ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ. എല്ലാവർക്കും ഒരു ബിഗ് ഹലോ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ അഞ്ജലി വിളിക്കുന്നത്. അഞ്ജലി വിളിച്ച സാറേ, ഞാൻ 4th ബാച്ചിലെ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സ്ട്രൈറ്റ് അവേ കത്തി. കാര്യം അഞ്ജലിക്ക് എന്നൊരു സ്പെക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണാടി വെച്ച അഞ്ജലിയുടെ ഇമേജ് എങ്ങനെയോ വന്ന് പെട്ടെന്ന് സ്ട്രൈറ്റ് അവേ എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ പിന്നെ ഒത്തിരി സന്തോഷമായി. നമ്മൾ കുറേ സംസാരിച്ചു. അപ്പോഴറിയാൻ കഴിഞ്ഞു നിങ്ങളുടെ ബാച്ചിലെ ഒരു 30 പേര് അവിടെ ഉണ്ട് ഔട്ട് ഓഫ് 46. അതൊരു ഭയങ്കര നമ്പറാണ്. കാര്യം ശരിക്കും എനിക്ക് വലിയ അതിശയമായിപ്പോയി. കാര്യം അത്രയും പേര് ഒരു ബാച്ചിൽ നിന്ന് തന്നെ അവിടെ എത്തുക എന്ന് പറയുന്നത് സംതിങ് ഗ്രേറ്റ്. പിന്നെ എല്ലാവരും ഓരോരോ പൊസിഷൻസിലാണ് സുഖമായിരിക്കുന്നു. ബാക്കിയുള്ളവർ 16 പേര് നാട്ടിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ആയിട്ടാണെന്ന് അറിഞ്ഞു. അപ്പോൾ എല്ലാവരും ഓരോരോ പൊസിഷൻസിലെത്തി. കേട്ടപ്പോൾ ഒത്തിരി വളരെ സന്തോഷം തോന്നി. മാത്രമല്ല, നിങ്ങൾ ഇപ്പം അടുത്ത ഈ പരിപാടിയെ പറ്റി പറഞ്ഞു. നിങ്ങളെല്ലാവരും ഈ 30 പേരും ഉണ്ട്, എല്ലാവരും കൂടുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും വലിയ സന്തോഷം തോന്നി. പിന്നെ നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ, കാര്യം 25 വർഷം എന്ന് പറയുന്നത് ഒരു നിസ്സാര സമയമല്ല. ഇറ്റ്സ് എ ലോങ് ടൈം. നമ്മൾ പുറകോട്ട് ചിന്തിച്ച് ഞാൻ നോക്കിയപ്പോൾ നിങ്ങളുടെ ബാച്ച് ഞാൻ 1999 തോന്നുന്നു അവിടെ ഫുൾ ടൈം 1999 ഫുൾ ടൈമായിട്ട് ജോയിൻ ചെയ്തത്. അതുവരെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇടയ്ക്ക് ക്ലാസ് എടുത്ത് പോകുന്നതായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫസ്റ്റ് ബാച്ചായിട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിങ്ങിന് നിങ്ങളെ കിട്ടിയത് എനിക്കൊന്ന് ചാർജ് തന്നത്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോജക്റ്റ് നടത്തിയത് കുമരകത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ ഗ്രൂപ്പ് ബാച്ച് ഓരോ സ്മോൾ ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി തരികയും നിങ്ങൾ അതുമായിട്ട് ഓടി കിടക്കുന്നതൊക്കെ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. അതൊരു ഒരു കാലഘട്ടം. പക്ഷെ അതൊക്കെയാണ് നിങ്ങളുടെ അവിടുത്തെ തുടക്കം. അവിടുന്ന് നിങ്ങൾ വളർന്ന് ഇന്ന് നിൽക്കുന്ന ഓരോരോ പൊസിഷൻസിൽ നിങ്ങളെത്തി. അതിന് 25 വർഷം എടുത്തു. എന്നിട്ട് അപ്പം അവിടുന്ന് ഇവിടം വരെ എത്തി നിങ്ങൾ ഈ ഒരു ഒത്തുകൂടൽ നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. കാര്യം നിങ്ങൾ അവിടെ നിന്ന് തുടങ്ങിയപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാകും. എനിക്കറിയാം നിങ്ങളുടെ ബാച്ചൊക്കെ
കുറേ പോസ്റ്റിങ്സ് ഒന്നും പറഞ്ഞ് ഇവിടെയൊക്കെ അലഞ്ഞു. നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതെല്ലാം ബുദ്ധിമുട്ടുകളെല്ലാം കഴിഞ്ഞെങ്കിലും നമുക്ക് ഇന്നൊരു അതിൻ്റെ ഫ്രൂട്ട് കിട്ടി. നിങ്ങളെല്ലാവരും ഒരു നല്ല നല്ല പൊസിഷൻസിലാണെന്ന് അറിഞ്ഞു. വേറൊരു കാര്യം മറക്കരുത്, എല്ലാവരും പ്രൊഫഷണലി നിങ്ങളൊക്കെ ഒരുപാട് നല്ല പൊസിഷൻസിൽ എത്തിക്കാണും. പക്ഷെ അവിടെയും നമ്മൾ ലൈഫ് വിടരുത്. ലൈഫ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കറിയാം, ഞങ്ങൾ അന്ന് നിങ്ങളെ കാണുന്ന പോലെ സമയത്തുള്ള അതേ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർ ഇന്ന് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും മക്കൾ ഏതാണ്ട് 10-20 വയസ്സൊക്കെ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊരു പാരൻ്റിൽ നിങ്ങളുടെ റോൾ ചേഞ്ച്, നിങ്ങൾ വെറുതെ നടന്നു പിന്നെ റോള് മാറി നിങ്ങൾ പാരൻ്റായി. അപ്പം അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ആ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരിക്കും ഇത്. നിങ്ങളുടെ ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങൾ പരമാവധി എൻജോയ് ചെയ്യുക. എല്ലാ നന്മകളും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി, പേഴ്സണൽ ആൻഡ് ഫാമിലി ലൈഫ് ഇസ് ഓൾസോ മോർ ഇമ്പോർട്ടൻറ്റ്. അത് മനസ്സിലെപ്പോഴും വയ്ക്കുക. നമുക്ക് നാളെ തോന്നരുത് ഞാൻ പ്രൊഫഷണലി ഒരുപാട് അഡ്വാൻസ് ചെയ്തു, പക്ഷേ എൻ്റെ ലൈഫിൽ അത്രയും കിട്ടിയോ എന്നുള്ള സംശയം വരരുത്. ലൈഫ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓൾ ദി ബെസ്റ്റ്. എൻജോയ് ദ ബെസ്റ്റ്. താങ്ക് യു. ഹായ് ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ന്യൂജേഴ്സിയിൽ എല്ലാവരും SMEയിലെ 4th ബാച്ച് സ്റ്റുഡൻസ് റിയൂണിയൻ ഒത്തുചേർന്നതായിട്ട് കേട്ടതിൽ വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും വളരെ ഉയരങ്ങളിലെത്തി എന്നറിഞ്ഞതിലൊക്കെ വളരെ സന്തോഷം. ഞാൻ SMEയിൽ 1998 മുതൽ 2001 വരെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. 2nd ബാച്ച്, 3rd ബാച്ച് ആൻഡ് 4th ബാച്ചിനെയാണ് ഞാൻ അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങളുടെ കൂടെ കമ്മ്യൂണിറ്റി ഡിൻഡിഗൽ പോസ്റ്റിങ്, മെൻ്റൽ ഹെൽത്തിന് നിംഹാൻസ് പോസ്റ്റിങ്ങിനൊക്കെ വന്നിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾക്ക് ആ മെമ്മറീസൊക്കെ കാണുമായിരിക്കും. 2 ബാച്ചിൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരു കൺഫ്യൂഷൻ. നിങ്ങളുടെ ബാച്ചിൻ്റെ കൂടെയാണോ ഡിൻഡിഗലും നിംഹാൻസും ഒക്കെ വന്നത്? കുറച്ച് പേരെയൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എല്ലാവരും ഒന്ന് ഓർമ്മ, എസ്പെഷ്യലി ജെയിംസ് ആൻഡ് ദീപ. ബിക്കോസ് ജെയിംസ് ഇപ്പോഴും കേരളത്തിലെ ഒരു കോളേജിൽ, നഴ്സിംഗ് കോളേജിൽ, ജെയിംസും ദീപയും ഇടയ്ക്ക് അവരെ മീറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെ ആ ഓർമ്മകളൊക്കെ ചെറിഷ് ചെയ്യാൻ പറ്റി. അങ്ങനെ കുറച്ച് കുട്ടികളെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു. എല്ലാവരെയും ഓർത്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ട്. എങ്കിലും എനിക്ക് മറക്കാത്ത കുറച്ച് അനുഭവങ്ങളുണ്ട്. SMEയിൽ വളരെ സ്റ്റുഡിയസും വളരെ കേപ്പബിളായിട്ടുള്ള കുട്ടികളായിരുന്നു ആ കാലങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത് നിങ്ങളെല്ലാവരും. പ്രത്യേകിച്ച് മറിയം മാഡത്തിൻ്റെ കൂടെ, സിസ്റ്റർ ഗിൽബർട്ടിൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന ടീച്ചേഴ്സ് എല്ലാം തന്നെ, റിൻസി മാഡം, വളരെ കേപ്പബിളായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കൂടെ ഒരു BSc ട്യൂട്ടർ എന്നുള്ള രീതിയിൽ SME നിങ്ങളുടെ ടീച്ചറായിരുന്നു. IENT ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തത് എന്നാണ് എൻ്റെ ഓർമ്മ. എന്നിട്ട് പിന്നെ അവിടെ പഠിച്ച സമയത്തുള്ള ഇൻസ്പിറേഷൻ കാരണമാണ് ഞാൻ MScക്ക് പോലും പോകാൻ താല്പര്യം. എനിക്കൊരിക്കലും ടീച്ചിങ് സൈഡ് കണ്ടിന്യൂ ചെയ്യണമെന്നേ ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. അവിടുത്തെ നിങ്ങൾ പഠിപ്പിച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസും ആ കലാലയത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെയാണ് ഫർദർ ഇനിയും പഠിക്കണമെന്നും MScക്ക് പോകണമെന്നും ഒക്കെ ഉള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടാവുകയും SMEയിൽ നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ലൈബ്രറി പോയിരുന്ന് NCLEX സാറിന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു, എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ SMEന്ന് MSc നഴ്സിംഗ് പഠിക്കാൻ പോയത്. അതിനുശേഷം ഇങ്ങനെ I happen to be in teaching side. Now I have completed nearly more than 25 years of experience in teaching. Some of you may be knowing I am working as a principal at Josco College of Nursing. എനിവേ, നിങ്ങൾ എന്നെ ഓർത്തതിനും നിങ്ങളുടെ റിയൂണിയന് അതിൻ്റെ ഒരു പാട്ടാകാനും പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. നിങ്ങളെല്ലാവരുടെയും ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കുറച്ചെങ്കിലും ഈ ഗ്രൂപ്പിൽ കൂടെയൊക്കെ അറിയാൻ പറ്റി. Some of your friends are communicating that with me. I'm very happy that you have completed 25 years in your professional career. And I take this opportunity to wish you the very best. And may God bless you all. And may God give you a bright future and professional career to all of you. May you all reach the highest level of achievement in your life. And once again, I wish you the very best. And may God bless you all.
Thank you for remembering me. Thank you for making me the part of your get together and reunion. And once again, ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം നേരുന്നു. ഇനിയും വല്ലപ്പോഴും ഒക്കെ കാണാനും വിളിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റട്ടെ. ഇടയ്ക്ക് എന്നെ ആരെയൊക്കെ വിളിച്ചിരുന്നു. അവരോടൊക്കെ ഞാൻ അസമിയിലെ ഒത്തിരി കഥകളൊക്കെ പറഞ്ഞു. ഇന്ന് അതെല്ലാം കൂടെ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ദൈവം ഒരിക്കൽ കൂടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ 4th ബാച്ചിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ തെരേസ ടോമി, ന്യൂജേഴ്സിയിൽ നിന്ന് ഇവിടെ പൾമണോളജി ഡിപ്പാർട്ട്മെന്റിൽ നഴ്സ് പ്രാക്ടീഷണറായി ജോലി ചെയ്യുന്നു. 4th ബാച്ചിന്റെ റീയൂണിയൻ മെയ് 24 നടക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഞങ്ങളുടെ കുട്ടികളുടെ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ ന്യൂസിലാൻഡിലേക്ക് വെക്കേഷന് പോകുന്നതുകൊണ്ട് റീയൂണിയനിൽ സംബന്ധിക്കാൻ സാധിക്കുകയില്ല. ബാച്ചിനെ കുറിച്ച് എനിക്ക് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ക്ലാസ്സിലായാലും ക്ലിനിക്കിലായാലും ടീച്ചിങ് പ്രാക്ടീസ് ആയാലും നിങ്ങൾ വളരെ എന്തൂസിയാസ്റ്റിക് ആയ സ്റ്റുഡൻസ് ആയിരുന്നു. അതിലൊരു സംഭവം മാത്രം ഞാൻ പങ്കുവയ്ക്കാം, അഞ്ജലിയുടെ ടീച്ചിങ് പ്രാക്ടീസിൽ നിന്ന്. ദ ടോപ്പിക് വാസ് അനാറ്റമി ഓഫ് ദ സ്റ്റൊമക്ക്. അഞ്ജലി ഇങ്ങനെയാണ് ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്: ദ വേ ടു എ മാൻസ് ഹാർട്ട് ഈസ് ത്രൂ ഹിസ് സ്റ്റൊമക്ക്. ആ ഉപദേശം ഇന്നും നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ നഴ്സിംഗ് ഡയറക്ടർ ഒരു മെസ്സേജ് തന്നിരുന്നു. അതുതന്നെയാണ് എനിക്ക് നിങ്ങളുമായും പങ്കുവയ്ക്കാനുള്ളത്. വെറെവർ യു ആർ, ഡു യുവർ ജോബ് പ്രയർഫുള്ളി, കെയർഫുള്ളി ആൻഡ് ചിയർഫുള്ളി. 4th ബാച്ചിന്റെ റീയൂണിയൻ സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി, പ്രത്യേകിച്ച് അഞ്ജലിക്കും മായയ്ക്കും. നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാവിധ വിജയാശംസകളും പ്രാർത്ഥനകളും. നന്ദി. ഏറെ പ്രിയപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ SME ഗാന്ധിനഗർ സെന്ററിലെ 4ാം ബാച്ച് വിദ്യാർത്ഥികളെ, ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും ആശംസകളും. 4th ബാച്ച് സ്റ്റുഡൻസ് തങ്ങളുടെ ഗ്രാജുവേഷൻ പൂർത്തീകരിച്ച് 25ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ മനോഹരമായ അവസരത്തിൽ ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ എന്ന നിലയിൽ നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നിങ്ങൾ ഈ കലാലയത്തിൽ പഠിച്ചിരുന്ന 1996-2001 കാലം മുതൽ ഇന്നുവരെയും നമ്മുടെ സ്ഥാപനത്തിന് വലിയ മാറ്റങ്ങളും വളർച്ചയും പുരോഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ലോകമെമ്പാടും വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്ന ഏകദേശം 15,000-ഓളം വരുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ലോകത്തിന്റെ തന്നെ ഏത് കോണിൽ ചെന്നാലും നമുക്ക് SME പൂർവ്വ വിദ്യാർത്ഥികളെ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ആദ്യ ബാച്ച് സ്റ്റുഡൻസ് തങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് പരിമിതമായ പശ്ചാത്തല സൗകര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ കഠിനാധ്വാനം ചെയ്ത് വളരെ ഉന്നത നിലയിലും പ്രൊഫഷണൽ ഔന്നത്യത്തിലേക്ക് എത്താനായിട്ട് തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും സാധിച്ചു. അതിന് ഏവർക്കും അഭിനന്ദനങ്ങൾ. 4ാം ബാച്ച് സ്റ്റുഡൻസിൻ്റെ പഠന കാലയളവിൽ സിസ്റ്റർ ഗിൽബർട്ടും മറിയാമ്മ മാഡമായിരുന്നു പ്രിൻസിപ്പൾമാരായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സിസ്റ്റർ മേരി ലൂസിറ്റ, പ്രൊഫസർ വത്സ എബ്രാഹാം, അതുപോലെ തന്നെ പ്രൊഫസർ സെലിൻ തോമസ്, പ്രൊഫസർ പുഷ്പ ആർ എന്നിവർ നമ്മുടെ കോളേജിൽ പ്രിൻസിപ്പൾമാരായിരുന്നു. ഇപ്പോൾ ഗാന്ധിനഗറിലുള്ള നമ്മുടെ അമ്പലക്കവലയ്ക്കടുത്തുള്ള SMEയുടെ മെയിൻ ബിൽഡിങ്ങിൽ 4ാം നിലയിലും 2ാം നിലയിലുമായിട്ടാണ് നമ്മുടെ കോളേജ് പ്രവർത്തിച്ചു വരുന്നത്. പഴയതുപോലെ തന്നെ 50 സ്റ്റുഡൻസിൻ്റെ ആനുവൽ ഇൻടേക്കാണ് ഇപ്പോഴും ഉള്ളത്. 2026 അതായത് ഈ വർഷം അഡ്മിഷൻ എടുക്കുന്നത് 33ാമത്തെ ബാച്ചാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ 2011 മുതൽ 2013 വരെ നമുക്ക് MSc നഴ്സിംഗ് കോഴ്സും നടത്തുകയുണ്ടായി. ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് ആ കോഴ്സ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. ഈ കാലയളവിൽ പ്രധാനമായിട്ട് നമ്മുടെ കോളേജിന് സംഭവിച്ച മാറ്റം എന്നുള്ളത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ സ്ഥാപനം 2017 കേരള ഗവൺമെന്റിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഒരു സൊസൈറ്റിയിലേക്ക്, സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസ് എന്ന പേരിലുള്ള സൊസൈറ്റിയിലേക്ക് കൈമാറ്റം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഫിലിയേഷൻ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ SMEയുടെ ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന ഗാന്ധിനഗർ, പുതുപ്പള്ളി, അങ്കമാലി മുതലായ സെന്ററുകൾ കൂടാതെ ഏകദേശം 10 നഴ്സിംഗ് കോളേജുകളോളം ഇപ്പോൾ SMEയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. പ്രധാനമായിട്ടും നമ്മൾ
മെഡിക്കൽ കോളേജുകൾ, അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രി മുതലായ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലാണ് കുട്ടികൾക്ക് ഇപ്പോഴും പോസ്റ്റിംഗ് നമുക്ക് നടത്തുന്നത്. ഇപ്പോൾ ഡോക്ടർ ഹരികൃഷ്ണൻ സാറാണ് ഇപ്പോഴത്തെ നമ്മുടെ CPASന്റെ ഡയറക്ടർ. 25 വർഷങ്ങൾ പിന്നിട്ട ഈ അവസരത്തിൽ നിങ്ങളേവരും ഒത്തുകൂടി ആഘോഷിക്കുന്നത് വളരെ സന്തോഷം നൽകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സൗഹൃദവും കൂട്ടായ്മയും അതുപോലെ തന്നെ നിങ്ങളുടെ SMEയിലെ ഓർമ്മകളും ഒക്കെ എക്കാലത്തും നിലനിൽക്കട്ടെ എന്നും കൂടി ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഹാവ് എ നൈസ് ഡേ.